കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹന അപകടത്തിൽ 3 മരണം. ചേർത്തലയിലേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചറും എതിർദിശയിൽ നിന്ന് വന്ന ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, കേൾക്കാമോ? ശ്രീകുമാർ, എപ്പോഴായിരുന്നു അപകടം? ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? സൈമ, ഇന്ന് രാവിലെ 6:30 തന്നെയായിരുന്നു നാടിന് നടുക്കിയ വലിയൊരു വാഹനാപകടം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുവിനെ യാത്രയാക്കാൻ പോയി വന്ന തേവലക്കര സ്വദേശി പ്രിൻസും കുടുംബവും സഞ്ചരിച്ച താർ ജീപ്പും ചേർത്തലയിലേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. താർ ജീപ്പിൽ 5 പേരുണ്ടായിരുന്നു. തേവലക്കര സ്വദേശി പ്രിൻസും ഭാര്യ ബിന്ദിയ സൂസൻ വർഗീസും മക്കളായ ഐശ്വര്യ, അതുൽ, അൽക്ക എന്നിവരാണ് സഞ്ചരിച്ചിരുന്നത്. അതിൽ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന പ്രിൻസ് തോമസും മകനായ അതുലും മകളായ അൽക്കയുമാണ് മരിച്ചത്. ഇതിൽ മകളായ ഐശ്വര്യയുടെ നില ഗുരുതരമാണ്. ഇവർ രണ്ടുപേരും ചികിത്സയിൽ സ്വകാര്യ ആശുപത്രിയിലാണ്. വലിയകുളങ്ങര ജംഗ്ഷനിൽ നിർത്തി ആളിനെ കയറ്റിയതിനു ശേഷമാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ് യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് വേഗത കുറവായിരുന്നു എന്നാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറയുന്നത്. KSRTC ബസ്സിലുണ്ടായിരുന്ന 19 പേർക്കും പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. അതോടനുബന്ധിച്ച് റോഡ് ഹൈവേയിൽ അല്പനേരം വാഹന ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി.